അയ്യോ അതേ അച്ഛാ, അച്ഛനോട് അവിടെ അടങ്ങിയിരിക്കാൻ ഞാൻ പറഞ്ഞല്ലേ, അപ്പോഴേക്കും പറമ്പിലേക്ക് പോന്നാ. എടാ മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് വന്നല്ലേ, ഒറ്റ വീഴുമ്പോ ജീവൻ പോവാ. ഞാൻ ഓട്ടോ വിളിച്ചിരുന്നു, നമുക്ക് ആശുപത്രിയിൽ പോകാം. ഓട്ടോ വരട്ടടാ, പോവാനല്ലേ റെഡി ആയിക്കണ്. എത്ര നാളായി ഞാൻ അച്ഛനോട് പറയണ ആ വയറൊന്നും കൊണ്ടുപോയി കാണിക്കാന്ന്. അങ്ങനെ സമ്മതിക്കണ്ടേ? എടാ വയറ് കാണിക്കാൻ എനിക്ക് എന്താ ഗർഭുണ്ടോ? ഗർഭിണികൾ പ്രസവിക്കാനാണ് കാണിക്കണത്. ഇത് അച്ഛന്റെ വയറ്റിൽ എന്തോ കുഴപ്പമുണ്ട്, അതാണ് ഇടക്കിടക്ക് ഇങ്ങനെ മൂത്ര തടസ്സം വന്നത്. അതെ, അത് കാണിക്കണമെങ്കിൽ ഒരുപാട് പൈസയാവും. അതുകൊണ്ടാണല്ലോ ഞാൻ മെഡിസിപ്പ് വരുന്നത് വരെ കാത്തിരുന്നത്. മെഡിസിപ്പ് വരുന്നവരെ രോഗം കാത്തുനിൽക്കൂല, ആളെ കൊണ്ട് അങ്ങോട്ട് പോകും. എടാ ഇതിന് കാശെത്ര വേണമെന്ന് എന്റെ വിചാരം? എന്തെങ്കിലും മാരകാസുവാണ് കാശ് വേണ്ടേ? ഞങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് പെൻഷൻ പറ്റിയവരും അധ്യാപകർക്കൊക്കെ ഉള്ള ആനുകൂല്യമാണ് ഈ മെഡിസിപ്പ്. അത് കാണിച്ച പൈസ വേണ്ട, അറിയോ? ഇപ്പൊ മെഡിസിപ്പ് ഉണ്ടല്ലോ, അച്ഛൻ ഇങ്ങോട്ട് വന്നേ, അവിടെ പോയി ഇരിക്കവാ. ഞാൻ ഒന്നും കൂടി ഒഴിച്ചു നോക്കി. അത് പോകൂല, അത് കാറ്റേ പോകുള്ളൂ. ഇരുന്ന് മുക്കിയിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞാ കേക്കൂല, അഹങ്കാരമാണ്. പെൻഷനും കാർഡും ഒക്കെ ഉണ്ടല്ലോ. അതെ, വണ്ടി വന്ന് എടുത്തോ. നീങ്ങിയിരിക്കും. അയ്യേ, നീ ഇതെങ്ങനെ കൈ വീശിട്ട് വരുന്നേ? എന്റെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിലാണ് മെഡിസിപ്പ് കാർഡും ആധാർ കാർഡൊക്കെ. കൈ വീശിട്ടാ പോവാ, എടുക്കീട്. ഞാൻ എടുത്തോളാം, അച്ഛനങ്ങാട് നീങ്ങിയിരിക്കും. അത് എടുത്തിട്ട് വാ. മൂത്രം പോയില്ലെങ്കിലും ശൗര്യത്തിന് ഒരു കുറവില്ല. ആ ബാഗിന്റെ അടുത്ത് എന്റെ പേഴ്സ് ഇരിക്കുന്നുണ്ട്, അതെടുത്താ ബാഗിൽ വെക്കി. വിവരമില്ല, ഒന്നുമില്ല. കുട്ടിയെ ഇരിക്കേ. ഏതാശുപത്രിയിലേക്കാ പോണേ? KSPS കയറിയിരിക്കേ. അവിടൊക്കെ ഭയങ്കര കാശാവില്ലേ? എന്റെ അച്ഛൻ കാർഡ് ഉണ്ടല്ലോ, പിന്നെ കാശായാലും എന്താണ്, ഫ്രീ കിടന്നൂടെ? മെഡിസെപ്പ് ഉള്ളപ്പോ പൈസ കൊടുക്കണ്ടല്ലോ, അവിടെ ആകുമ്പോ എല്ലാ സൗകര്യവും ഉണ്ട്. ഇറങ്ങാൻ പറ്റേ, ഞാൻ പൈസ കൊടുക്കാം. എത്രയാണ്? ശരി, ഞാൻ വിളിച്ചോളാം. എന്തായാലും കേറേ, ഇതെന്തെങ്കിലും ഒന്ന് ക്ലിയർ ആകും, അത് പേടിക്കണ്ട. നിങ്ങൾ ഡോക്ടറിന് വേണ്ടി വെക്കണം. അല്ല, നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ടൈമിൽ വന്നിട്ട് എന്താ കാര്യം? ഒന്നൊരു 10 മണിയിൽ ഉച്ചക്ക് കൊടുക്കടാ. ശരി, 25 കേട്ടോ. അതെ, അച്ഛനെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. അവിടെ പോയിരുന്നോ, ഞാൻ വിളിക്കാം. അവിടെ ഇതിനു മുമ്പ് ചീട്ട് അല്ല ഫോൺ നമ്പർ എന്തൊക്കെ താ? ഇല്ല, ഇവിടെ ഫസ്റ്റ് വരെയാണ്. ആണോ? അത് ഫസ്റ്റ് പറയണം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഫസ്റ്റ് വരെയാണ്. അച്ഛനാ ഡോക്ടറെ ഒന്ന് കാണിക്കണം. രോഗിയുടെ പേര് പറ. പേര് സുഗതൻ VK. ഏജ് 58. 59. 59. ആരെയാണ് കാണിക്കേണ്ടത്? അച്ഛാ, ഏത് ഡോക്ടറെയാണ് കാണണ്ടേന്ന്? അല്ല, ആരെന്നാ കാണിക്ക? അതെ, ഫിസിഷ്യൻ, പീഡിയാട്രിഷ്യൻ, ഓർത്തോ, ന്യൂറോളജി, ഗ്യാസ്ട്രോളജി, ഗൈനക്കോളജിസ്റ്റ്, കാർഡിയോളജി. ആരെ വേണം? അതെ, അച്ഛന് വയറിനൊരു സ്തംഭനമാണ്, മൂത്രവും പോകാനൊരു ചെറിയ തടസ്സമുണ്ട്. അപ്പൊ ആരെയാണ് കാണേണ്ടി വരിക? ഗ്യാസ്ട്രോളജി. അപ്പൊ ഗ്യാസ്ട്രോളജി ഡോക്ടറെ കാണാം. സതീശ്വര സാറ്. അതിനപ്പുറം വേറെ ഡോക്ടറില്ല. പക്ഷെ പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. ഇന്നില്ലേ? സംഭവം ഉണ്ട്, പക്ഷെ 30 ടോക്കൺ എടുക്കും ഒരു ദിവസം. ഫുൾ തിരക്കാണ്. ടോക്കൺ ഫുള്ളായോ സംശയമുണ്ട്, നോക്കട്ടെ ഒന്ന്. അതെ, നല്ലൊരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ സത്യശീലൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളിനെ കാണിക്കാം. 30ാമത്തെ ഒരു ടോക്കൺ ബാലൻസ് ഉണ്ട്. എന്തോ ഭാഗ്യം, രക്ഷപ്പെട്ട്. 30. അപ്പൊ അത് 30 പിടിച്ചോ? 30 നോക്കൂലു. അപ്പാട് വീട്ടിൽ പോകും. ഇല്ല, വെയിറ്റ് ചെയ്യാ, കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, രജിസ്ട്രേഷൻ ഫീസ് ഒരു 350 അടച്ചു. അതെ, മെഡിസിപ്പിന്റെ കാർഡ് ഉണ്ട്. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നേ. ഇത് നേരത്തെ പറയണായിരുന്നു. അതല്ല, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാന്ന് കരുതി. ശരിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ രോഗിയുടെ ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് അത് ഇവിടെ തരണം. അത് തരാം, വാട്സപ്പ് ചെയ്താൽ മതിയോ? വാട്സപ്പ് നമ്പർ തരാം. പിന്നെ 350 രൂപ രജിസ്ട്രേഷൻ ഫീസ്. അത് വേണ്ടട്ടോ, 350 ഇനി കൊടുക്കണ്ട. ഇതിലുണ്ടല്ലോ പൈസ. അത് ചികിത്സ ഫ്രീ ആണ് അച്ഛാ, ഇത് രജിസ്ട്രേഷൻ ഫീസാണ്, അത് കൊടുക്കണം. വേറെ കൊടുക്കണോ? അപ്പൊ അത് എഴുതിക്കോ.
ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഞാൻ തരാം. അതെ, ഈ രജിസ്ട്രേഷൻ ഫീസ് തമ്മിൽ ഒരു ബന്ധമില്ല. അതും പറയാം. കാരണന്മാരല്ലേ അത്. എന്റെ കോപ്പി എടുത്ത് ഞാൻ തരാം. അയ്യോ, അത് പറ്റിയപ്പോ സെക്കൻഡ് ഫ്ലോർ പോണേ. സെക്കൻഡ് ഫ്ലോറിലല്ലേ? ശരി. ഇതെന്ത് പോണ് എടുത്ത് മാറ്റൂ. ഇവിടെ വേദന ഉണ്ടോ? അവിടെ ഇങ്ങനെ കല്ല് പോലെ സ്തംഭിച്ചിരിക്കാണ്ടോ വയറ്? അമ്മങ്ങണില്ല. ഇവിടെ വേദന ഉണ്ടോ? വേദന അവിടെ ഇല്ല, ഇവിടെ ഈ അടി വയറിൽ ഇവിടെ. എവിടെ വേദന? അവിടെ വേദന. ഒന്ന് അങ്ങോട്ട് തിരിയൂ. ഇവിടെ ഉണ്ടാ? അയ്യോ, അതെ സാറേ, വേദന ഇവിടെ ഉള്ളത് മാറ്റാൻ വേണ്ടി വന്നാണ് ഞാൻ. സാറ് അമത്തി എല്ലായിടത്തും വേദന ആക്കുകയാണല്ലോ. നോക്കട്ടെ. അതല്ല, വേദന ഉണ്ട് ഇവിടെ ചമത്തുമ്പോഴേ. അപ്പൊ നോക്കണ്ടേ? വേണം, നോക്കണം. ഈ സൈഡിലാ വേദന, അവിടെയാണ് വേദന. അപ്പോ നിങ്ങളുടെ ആരായത്? എന്റെ അച്ഛനാണ്. അച്ഛനാണ്. വലിക്കോ? ഇല്ല, വലിച്ചിട്ടില്ല. വലിച്ചിട്ടില്ല. മദ്യപാനം? ഇല്ല, അങ്ങനെ കഴിക്കാറില്ല ഞാൻ. നിങ്ങൾ കഴിക്കാറുണ്ടോന്നല്ല, അച്ഛൻ കഴിക്കാറുണ്ടോന്ന്. കുടിക്കുവോ? ഓണത്തിന് ഒരു പെക്ക്. രോഗിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അച്ഛനും മെഡിസിപ്പ് ഉണ്ട്. മെഡിസിപ്പിന്റെ കാര്യമല്ലാന്ന്. അച്ഛന് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഈ മൂത്രം പോവാൻ ഭയങ്കര പ്രയാസവും വയറിങ്ങനെ വീർത്തു വരും. സഹിക്കാൻ വയ്യാണ്ടാവുമ്പോ നാരങ്ങ സോഡ മേടിച്ച് കഴിക്കും. എന്നിട്ട് കമന്ന് കിടക്കും. അപ്പൊ ഒരു ആശ്വാസം ഉണ്ടാവും. ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് കമന്ന് കിടന്നിട്ട് ഒരു ആശ്വാസം കിട്ടണില്ല. കിട്ടണില്ല. പിന്നെ ഈ പ്രഷർ ഷുഗറൊന്നും ഇതുവരെ നോക്കേണ്ടി വന്നിട്ടില്ല അല്ലെ? ഇല്ല, അതൊന്നും നോക്കാല്ല, നമുക്ക് മെഡിസിപ്പ് ഉണ്ടല്ലോ, എല്ലാം നോക്കാം. അതെ. ഈ മൂത്രം എങ്ങനെ പോണു? ഒന്നും പറയണ്ട സാറേ. ഒരു ഒറ്റ മൂത്രം പോകുമ്പോ വേദന സഹിക്ക വയ്യാണ്ട 4 ഒറ്റ കണ്ണീര് പോകും. അങ്ങനെ പോവും. ഒരു 15 മിനിറ്റ് നിന്നാലാണ് ഒരു തുള്ളി പോവുക. കണ്ണീരോ? അല്ല, മൂത്രം. അപ്പൊ ഇനി ഉള്ളിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കണം. എന്താ വേണ്ട ഡോക്ടർ? ആദ്യം ഒരു എൻഡോസ്കോപ്പി ചെയ്യണം. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വായ്ക്കകത്തേക്ക് ഒരു കുഴല് ഇതിങ്ങനെ ഇടും, എന്നിട്ട് വയറിനകത്തുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം കേട്ടാ. അല്ല, അത് ചെയ്യാം, നമുക്ക് അത് ചെയ്യാം. പിന്നെ കൊളോണോസ്കോപ്പിയും കൂടെ ചെയ്തേക്കാം. അത് മലദ്വാരത്തിലൂടെ അകത്തേക്ക് കയറ്റിയിട്ട് വയറിനകത്ത് ഉള്ളതൊക്കെ നോക്കുന്നതാണ് കേട്ടാ. ഇതൊക്കെ ഡോക്ടർ തന്നെ ചെയ്യോ? പിന്നെ ബ്ലഡിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്യുക, ഡീറ്റെയിലിംഗ് ചെയ്യുക, യൂറിന്റെ ചെയ്യുക. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് അസുഖം എന്താന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ അഡ്മിറ്റ് ആവണോ അല്ലെ പോയിട്ട് വരണോ? അഡ്മിറ്റ് ആവണം. ചെയ്യാം. മെഡിസിപ്പ് ഉണ്ടല്ല, അച്ഛൻ ജോലി എടുത്തപ്പോൾ ഇൻഷുറൻസ് ആണേ. അപ്പൊ പൈസ ഒന്നും വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാ സാറേ. എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. എന്നാ പിന്നെ ഒരു കാര്യം കൂടി ചെയ്തോളൂ. ഒരു CT സ്കാനും കൂടെ അങ്ങ് എഴുതാം കേട്ടാ. അതും കൂടിയും ചെയ്തു. ഞാൻ മിഷൻ നല്ലതാണെന്ന് നോക്കാല്ല. അപ്പോ ഇന്ന് അഡ്മിറ്റ് ആവണോ അതോ നാളെയോ? ഇല്ല, ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാം. ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാം. പിന്നെ വേറൊരു കാര്യം, AC റൂം വേണമെങ്കിൽ അവിടെ നേരത്തെ പറയണം. AC വേണ്ട, നോർമൽ റൂം മതി. മതി, തണുപ്പ് പറ്റില്ലേ? അങ്ങനെയാ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരിയാണ് കേട്ടോ. ഈ ഡോക്ടറുടെ ഗ്യാസിന് വേറെ ചികിത്സ ഒന്നും നടത്തിയില്ലേ? ചികിത്സിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ? അതൊന്നും ഇങ്ങോട്ട് നീക്ക്. അതന്നെ പണി. അപ്പൊ അങ്ങോട്ട് ചെല്ലാം അല്ലേ? പോയാ മതി കേട്ടോ. ഇവിടെ അഡ്മിറ്റ് ആവണം. സുഗതൻ. സുഗതേട്ടാ, ഞാൻ അവിടെ ഇല്ലായിരുന്നു, കോയമ്പത്തൂരായിരുന്നു, അറിയാല്ല. ബേക്കറിയിലല്ലേ? ഇന്ന് രാവിലെയാണ് വന്നത്. വന്നപ്പോഴാണ് കാര്യം അറിഞ്ഞത്. എന്തു പറ്റിയതാണ്? അതേ,
കുറച്ച് ദിവസമായിട്ട് മൂത്രം പോണില്ല. മൂത്രം കൊണ്ട് ഒഴിക്കായിരുന്നു എന്റെ രതീഷേ, കണ്ണെന്ന് ഇങ്ങനെ പൊന്നിച്ച. എല്ലാം ശരിയാവുന്നു. ആ ആരെ എവിടെ പോയിരുന്നു? ഞാനേ ഒന്ന് പുറത്തു പോയാടാ. നീ എപ്പോ വന്ന്? ഞാൻ കുറച്ചുനേരം. എത്ര നേരായിടാ പോയിട്ടത്? ഞാനേ ഡോക്ടറെ ഒന്ന് കാണണ്ടായി, പിന്നെ പുറത്തു പോയപ്പോ ഇച്ചിരി ഫ്രൂട്ട്സും വാങ്ങി. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് സൂചിച്ച് തിരിഞ്ഞ് തിന്നേണ്ട സമയമാണല്ലോ ഇപ്പൊ. എന്താ അതിന് ഡോക്ടർ പറഞ്ഞേ? സത്യൻ സാർ എല്ലാം ചെക്ക് ചെയ്ത്, പക്ഷെ വയറിനൊരു കുഴപ്പവും കാണല്ലെന്നാ പറയണ. എന്താ അവൻ പറയണ്? 10-12 ദിവസം ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാ ചെക്കപ്പും ചെയ്ത് ഇവിടെ കടന്നിട്ട് ഒരു കുഴപ്പമില്ലെന്നോ? മൂത്രം പോണില്ലല്ലോ. വയറിനൊരു കുഴപ്പമില്ല അച്ഛാ. ഇനിയിപ്പോ യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു, മൊയ്ത് ഡോക്ടറാ. ഇനി അയാളും കാണണം. പിന്നെ അച്ഛനിപ്പോ എന്താണ്, എടാ നമുക്ക് മറ്റേ മെഡിസിപ്പിന്റെ കാർഡ് ഉണ്ടേ, 3 ലക്ഷം രൂപ വരെ ഇവിടെ ഫ്രീ ചികിത്സിക്കാം. പിന്നെ വീട്ടിൽ പോയി കിടന്നിട്ട് എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് നോക്കിട്ട് പോയാൽ ശരിയാണ്. മാറിയല്ല ഉഷാറായിട്ട് വീട്ടിൽ പോയാൽ മതി. എന്റെ ഒരു കാര്യം രതീഷേ, ആപ്പിൾ വേണോടാ? എനിക്ക് വേണ്ട. ഒരു ആപ്പിൾ വെച്ചോ. എനിക്ക് വേണ്ട. സുഖമായിട്ട് കഴിക്കാൻ വേണ്ടെന്ന്. സുഖമായിട്ട് കഴിക്കുന്നേ. ഓഹോ, ഇവിടെ ആപ്പിൾ നിന്ന് സൂചിച്ചിരിക്കുക. എന്താ പോണ്ടേ? ഡോക്ടറെ കാത്തിക്കുന്ന ആണോ? കേറച്ചാ ഓ കുപ്പായം എത്രയാ? നിങ്ങളെ ചൂടാവുന്നതിനാണ്. നിങ്ങൾ ചൂടാഞ്ഞ് അതെ, കേറിയിരിക്കേ. വീടിന്റെ അടുത്തുള്ളതാ, അറിയില്ല. വീടിന്റെ അടുത്ത് ഇവിടെ ഡോക്ടറെ കാത്തിരിക്കേ. കാലി കയറ്റിയൊക്കെ സൂക്ഷിച്ച് ചെരുപ്പാണ്. ചേർപ്പിട്ടോ. അയ്യാ നീ ഇവിടെ ഇരിക്കാന്ന് പോയിട്ട് കള്ളിക്ക് വന്നത്. അതെ, സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടാ. നീ എന്താ പേടിപ്പിക്കണ്ട. ഞാൻ കുറെ നാളെ ഓടിക്കാൻ തുടങ്ങി. അയ്യോ അയ്യോ, ഓട്ടിക്കാൻ സ്വഭാവം അറിഞ്ഞൂടാ. അതെ, നിങ്ങൾ മറ്റന്നാള് വരണ്ട. 2 ദിവസം ഞാൻ ഒരു സെമിനാറിന് പോകണം. ഡോക്ടർമാരുടെ സെമിനാർ ഉണ്ട്, അതിന് പോവുക. അതിന്റെ അടുത്ത ദിവസം എൻ്റെ നാത്തൂൻ്റെ കുട്ടീൻ്റെ നിക്കാക്കാണ്. അപ്പൊ അതിന്റെ അടുത്ത ദിവസം വന്നാൽ മതി കേട്ടോ. അന്ന് നമുക്ക് സർജറി അങ്ങോട്ട് ചെയ്യാം. ഒരു 3 ലക്ഷം റുപ്യ കയ്യിൽ വെക്കണേ. പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി, വെച്ചോളി. അയ്യോ മിണ്ടടിക്കുന്നേ. എന്താ അച്ഛൻ വേദന എടുത്തിട്ട് കാര്യമാണ്? അല്ലെ ചേട്ടൻ എന്താണത്? ആശുപത്രിയാന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കും, അങ്ങോട്ട് തള്ളത്. ആശുപത്രി കാണിക്കാനല്ലേ ഒച്ചെടുക്കണ എന്തിനാണ്? ആശുപത്രി കുറച്ച് നിശബ്ദമായി കാണിക്കണം. ആയിരിക്കും ഭ്രാന്ത്. അങ്ങോട്ട് വിട് ചേട്ടാ, അത് ഡോക്ടറെ അടുത്തോട്ട് വെക്ക്. ഇവിടെ മതി, ഇവിടെ മതി, മതി മതി മതി. സുഗതനല്ലേ? അതെ അതെ മോന. അതെ അതെ. ഇതെപ്പോ കയ്യിൽ പരിശോധന? ഇതെപ്പോ കയ്യിൽ പരിശോധന? കുറച്ചു നേരം കഴിയൂ. എനിക്ക് വേറെ രോഗികളെ കൊണ്ടുവരാനിന്ന്. നിങ്ങൾ പോയി കൊണ്ടുവന്നോളി, ഒരു പടി ഇരുന്നോളൂ. എന്ത് എനിക്കിത് സമയറിയണ്ടേ? കൊണ്ടുവരണ്ടേ? വരണ്ടേ? ഇപ്പൊ 2:50. 3:15 പോരി. ഞാൻ നേരത്തെ പറഞ്ഞൂടെ ഇത്? നിങ്ങളോട് ചോദിച്ചില്ലേ? എന്ത് മനുഷ്യനാണ്? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പാടില്ല. പേഷ്യൻസിനോട് ഇത്തിരി മാന്യമായിട്ട് പെരുമാറിക്കൂടെ? മാന്യത വിട്ട് സംസാരിച്ച മൂപ്പര്. അത് സാധാരണ ഉള്ളതാണ്, അതെല്ലാരോടും ഉണ്ട് മൂപ്പർക്ക്. അതായത് ഈ ഹോസ്പിറ്റലിലെ MD മൂപ്പര് ഒരുമിച്ച് പഠിച്ചതാ. അപ്പൊ ഹോസ്പിറ്റലിൽ തുടങ്ങിയ കാലത്ത് മൂപ്പര് ഇവിടെ തട്ടണ്ട. എന്നോട് പോയി പെരുമാറി കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ ഒരു ഡോക്ടറോട് പെരുമാറുക? ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കും എന്നോട്. അല്ല സാറേ, പുള്ളിനെ ICUവിന്റെ പരിസരത്തോട്ടൊന്നും വിടാതിരിക്കാൻ നല്ലത്. അതെ, അല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറഞ്ഞ് കിടക്കണവര് പെട്ടെന്ന് പോകും. അങ്ങോട്ട് വിടൂല, ICUലേക്കൊന്നും വിടൂല. ആള് ശാന്തക്കാരനാ. സുഗതൻ അല്ലേ? എത്ര ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങള്? 10-12 ദിവസമായി സാർ ഇവിടെ കിടക്കാൻ തുടങ്ങി. 12 ദിവസമൊക്കെ ആയോ? ദിവസം പോണത് അറിയണില്ല. ഇപ്പൊ സത്യൻ ഡോക്ടറെ കണ്ട് എല്ലാം ചെക്ക് ചെയ്ത് ഇപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല. സാറിനെ വന്ന് കാണാൻ പറഞ്ഞിട്ട് ഇല്ല, ഗാസ്ട്രോയിലൊരു കുഴപ്പമില്ല. സത്യൻ സാറായിട്ട് ഞാൻ സംസാരിച്ചിനി കേട്ടോ. ഇനിയിപ്പോ യൂറോയിലാണ്. അപ്പൊ യൂറോ സർജനാണ് ഞാൻ. അപ്പൊ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ നടത്താനുണ്ട്. അല്ല, സത്യശീല സാറ് പറഞ്ഞിട്ട് എല്ലാ ടെസ്റ്റുകളും നടത്തി. എന്ത് ടെസ്റ്റ് നടത്തിയേ? ഒരു കുഴലിൽ ഇങ്ങനെ പിന്നൊന്ന് ബാക്ക് കൂടെ ചെയ്തിട്ടുണ്ടാവും. അതെ, അത് ചെയ്തു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇല്ല. സ്തംഭനം മാറി കിട്ടിയില്ലേ? സ്തംഭനം മാറി കിട്ടി. മൂത്രം പോകണ്ട? അപ്പൊ പോണില്ല. പോണ മൂത്രത്തിന്റെ അളവെടുക്കണ്ടോ? ഇല്ല, അളവാത്തത്തിലല്ല മൂത്രം ഒഴിക്കണം. അച്ഛൻ പറമ്പിൽ പോയിട്ടാ മൂത്രം ഒഴിക്കണം. പറമ്പിലൊഴിക്കല്? അളവെടുക്കാൻ പറ്റില്ലല്ലോ. പിടിച്ചു വെക്കണ സ്വഭാവം ഉണ്ടോ മൂത്രം?
ഇല്ല അത് പിടിച്ചു വെച്ചാ കൊടുക്കാൻ ആളില്ലല്ലോ. റബ്ബർ പാലൊക്കെ എടുക്കണമല്ലോ. അതല്ല ഞാൻ ചോദിക്കണത്, ചിലർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. എത്ര മുട്ടിയാലും പിടിച്ചു വെക്കും, എന്നിട്ട് ഒരു സമയം വീഴ ഒരു ഒഴിക്കുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. ഇല്ല അല്ലേ? ഒറ്റ മിനിറ്റ്. ഇവിടെ വേനുണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഉണ്ടോ? എന്താ സാറേ വല്ല കുഴപ്പം വല്ലോ? അല്ല, കുഴപ്പമുണ്ടോന്ന് നോക്കണം. മൂത്രം തീരെ പോണില്ല, മുക്കിയിട്ടും പോണില്ല. മുക്കിയാലും ഒരു തുള്ളിയേ പോണുള്ളൂ. ടോയ്ലറ്റ് നമുക്ക് പെരക്കാത്തുന്ന പെരക്കാത്തുന്നല്ല, അച്ഛന് മൂത്രയിക്കണ്ടേ? അവർ ടോയ്ലറ്റിന് സഞ്ചി തരാ, സഞ്ചി തൂക്കി പിടിച്ചാൽ മതിയല്ലോ. അല്ല, അപ്പൊ അത് ജീവിതകാലം മുഴുവൻ പിടിച്ചെടുക്കണ്ട. അതൊന്നും വേണ്ട, ഞാൻ പറയാം. അതെ, ക്രയാറ്റിൻ ഉണ്ടോ? ഇല്ല, മെഡിസിപ്പ് ഉണ്ട്. ക്രയാറ്റിന് എടുത്തിട്ടില്ല. മെഡിസിപ്പ് എന്താണ്? അല്ല, ഇൻഷുറൻസ് കാർഡ് അച്ഛൻ്റെ സർക്കാർ. അതല്ല മോനെ, ക്രയാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എനിക്ക്. യൂറിക് ആസിഡ് ഉണ്ടോ? യൂറിക് ആസിഡ് മേടിച്ചില്ല, ബാക്കി എല്ലാം മേടിച്ചിട്ടുണ്ട് ഡോക്ടർ എഴുതി തന്നത്. യൂറിക് ആസിഡ് ഗുളികയല്ല, വിനാഗിരി. വിനാഗിരിയോ? പിന്നെ എന്താ, പിന്നെ ഒന്നും അറിയില്ല. പിന്നെ മിണ്ടായിരിക്കും. ഞാനൊരു പണി ചെയ്യാം. ഞാനേ കുറച്ച് ടെസ്റ്റുകളാണ്ട് എഴുതി തരും. നമുക്ക് വൃക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു സർജറി നമുക്ക് ചെയ്യേണ്ടി വരും. ഇല്ല, ചെയ്യാം, നമുക്ക് മെഡിസിപ്പ് ഉണ്ടല്ലോ. ആ, മെഡിസിപ്പ് ഉണ്ട്. മെഡിസിപ്പിനെക്കാട്ടും വലുതാണ് അച്ഛന്റെ ജീവൻ അല്ലേ? അതെ. എന്താ ചെയ്യണേ? ഞാൻ PSC എഴുതി നിൽക്കാണ്. ആ, അവിടെ നിക്ക്, കുറച്ചാലും അച്ഛന്റെ കൂടെ നിക്ക്. ജന്മം തന്ന അച്ഛനല്ലേ? അപ്പൊ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ ആര് മൂപ്പര് വരും, മൂപ്പര് വന്നിട്ട് കൊണ്ടുപോയിക്കോളും. ഇല്ല, ഞാൻ തള്ളിക്കൊണ്ട് പോയിക്കോളാം. നിങ്ങൾ കൊണ്ടുപോയിക്കോളോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്താണ് ഫയൽ ഇവിടെ ഉണ്ടാവും, അവര് കൊണ്ടുവന്നോളൂ വച്ചാ. അതെ. ആ, അയ്യോ, ഏയ് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, പറയണ കേട്ടിട്ട്. അടുത്താടെ വിട്ടോളി. ആ പേഷ്യന്റ് എവിടെ? ആ, ഒരു പോയി. നിങ്ങളെ ശല്യം സഹിക്കാൻ പറ്റില്ല എന്നുണ്ട് മോഹനെ കൊണ്ടുപോയി. ഇന്നെന്തിരി കോയിൽ നോക്കിയോടെ ഇരിക്കുന്നത്? പിന്നെ ഞാനേ അവരെ കൊണ്ടോണ്ടിനി. ഞാനല്ലേ കൊണ്ടോട്ട്? ആ, അത് നിങ്ങന്ന് പറയാഞ്ഞിനി? അതിന് പണ്ടാരടക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നിനെയോ? നിങ്ങൾ വിളിച്ചാലേ ഞാൻ വരില്ലേ? ഓ, എന്റെ മനുഷ്യ, ഒരു കൊണ്ടോയി നിങ്ങളെ ശല്യം സഹിക്കാൻ. നിങ്ങളൊന്ന് പൊയ്ക്കോളി. ഒന്നുമില്ല, പൊയ്ക്കോളേ. അല്ലാത്തൊരു പടപ്പാണ് പഠിച്ചോനെ. ഇതിവിടുത്തെ MD ഡോക്ടറൊക്കെ ആനുണ്ടല്ലോ. ഈ ഹോസ്പിറ്റലിൽ ആരും പോവും. 2 ദിവസമായി ഫ്രീസറിൽ ബോഡി കിടക്കുന്നു. പൈസ അടക്കാണ്ട് ബോഡി വിട്ടു തരില്ല, ഓടിക്കണം തരില്ല. അങ്ങനെ തരും. ആ, പൈസ അടക്കണം. 10-20 ദിവസം അഡ്മിറ്റ് ആയതല്ലേ, മരിച്ചുപോയി. പൈസ അടക്കുക, ബോഡി കൊണ്ടുപോവുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേനേജറിനെ ചീത്ത പറയുന്നത്. ബോഡി വിട്ടു തരാൻ പറ്റൂല. ആഹാ, ബോഡി വേണ്ട. അപ്പൊ ഞാനെന്ത് ചെയ്യണം? ബോഡിയുടെ അനാദരവ് കാണിക്കാനും പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ പറ്റില്ല. പൈസ എന്താ വരാൻ പറഞ്ഞത്? വിളിപ്പിച്ചെന്ന് പറഞ്ഞു. അച്ഛന് ഓപ്പറേഷൻ വേണമല്ലേ? ആ, അങ്ങനെ പറഞ്ഞു സാറിന്. അറിഞ്ഞു. ഇവിടെ ബില്ലും വന്നു. ഒരു 4000 അടച്ച്. അല്ല, ഞങ്ങക്ക് പൈസ അടക്കണ്ട. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നേ. അപ്പൊ മെഡിസിപ്പിന്റെ ഇൻഷുറൻസ് കാർഡ് ഉണ്ട്, പിന്നെ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റും ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റും ഞാനിവിടെ തന്നിരുന്നു. നിങ്ങൾ മാനേജറോട് സംസാരിക്കുക ബാക്കി കാര്യങ്ങള്. 4000 അടക്ക്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാല് AC റൂം കൊണ്ടിരും 3-5 ദിവസം. അത് വേണമെങ്കിൽ നേരത്തെ പറയണം. അല്ല, ഞാനേ ഒന്ന് മാനേജറെ കാണട്ടെ. അത് പൈസ അടക്കണോ, ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. അല്ല, ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോ 4000 അടച്ച് സംസാരിക്കാലോ? ഇല്ല, ഞാനൊന്ന് മാനേജറെ കണ്ടിട്ട് വരാം. മാനേജർ ഉണ്ടോ? ഓഫീസിലുണ്ടോ? മാനേജറുണ്ട്. ആ, ഒന്ന് കാണട്ടെ കേട്ടാ. എന്താണ് സാറേ നിങ്ങൾ പറയുന്നത്? ഓ ഇല്ല, ഏത് ഇല്ല, നമ്മളൊരു പുതിയ 7 നില കെട്ടിടം കൂടി പണിയാനുള്ള ഒരു പരിപാടി ഉണ്ട്. ഓ, അപ്പൊ ധാരാളം സൗകര്യം ഉണ്ടാവും. തികയില്ല അത്ര സ്ഥലം ഉണ്ടായിട്ട്. നിക്ക് അപ്പോ വേണമെങ്കിലും വരാലോ. നിങ്ങൾ വരിയും 10 ദിവസം റെസ്റ്റ് എടുത്ത് പോയി. റിസോർട്ടൊന്നും അല്ല, എന്നാലും ശരി ശരി ശരി. ഓ, അവിടെ അവിടെ. ആ, ശരി ശരി. ഓ, ആയിക്കോട്ടെ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. അല്ല, സുഖവാസ കേന്ദ്രമൊന്നല്ല, ഏതായാലും ഏതാണ്ടൊക്കെ അതുപോലെ തന്നെയാണ്. ശരി, ഓക്കെ, നാം വിളിക്കാം.
ഒരാൾ വന്നിരിക്കുന്നു. ശരി ശരി. എന്താണ്? സാറേ എൻ്റെ പേര് പാരിജാതൻ. ഓ എൻ്റെ അച്ഛൻ 10-12 ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ്, ശരി. ഒരു സുഗതൻ എന്ന് പറഞ്ഞിട്ട്. ഓ അപ്പോൾ സത്യൻ സാറാണ് പുള്ളിനെ ചികിത്സിച്ചിരുന്നത്. ഓ ഇപ്പൊ ഒരു കുറവില്ല. പിന്നെ ഇപ്പൊ യൂറോളജിസ്റ്റ് മൊയ്തു സാറിനെ റെഫർ ചെയ്തേക്കാണ്. ഓ ഞാനപ്പോൾ മൊയ്തു സാറിനെ കണ്ടപ്പോൾ അർജന്റായിട്ടൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓ അപ്പോൾ നമുക്ക് അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മെഡിസിപ്പിന്റെ ഇൻഷുറൻസ് ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ട് 4000 രൂപ ബില്ലടക്കാനും എന്നോട് പറഞ്ഞു. ശരി. അപ്പോൾ നമുക്ക് ചികിത്സ സൗജന്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ആയത്. ഓക്കെ. അപ്പോൾ ഇപ്പം അച്ഛനൊരു ആശ്വാസവുമില്ല, ബില്ലടക്കാനും പറയണം. അപ്പോൾ അതിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നിങ്ങൾ ഈ 4000 ഉറുപ്പ്യ ആക്സസ് വന്നു എന്നുള്ള കാര്യമല്ലേ? അതിപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പ്യാരിജാതെന്നല്ലേ? അതെ 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 അതെ. അച്ഛൻ്റെ പേര് സുഗതൻ അതെ അല്ലേ? അപ്പൊ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ കാര്യം വെച്ചാലേ, അപ്പൊ നിങ്ങൾ ഈ മെഡിസിപ്പ് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിന്റെ കാർഡ് ഉണ്ട് സാർ. അത് കുഴപ്പമില്ല, അത് കഴിയിരുന്നോട്ടെ. അല്ല, ഞാൻ പറയാണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അതിപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 lakhs വരെയാണ് അതിന്റെ ഒരു പരിധി ഉള്ളത്. അപ്പൊ അത് ഇവിടെ കഴിഞ്ഞു പോ. അയ്യോ, 3 ലക്ഷം രൂപ കഴിഞ്ഞ? 3 ലക്ഷം രൂപ അല്ല, 3,40,000